ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ബേക്കറിയിലാണ്. അതായത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് ഇറങ്ങി വരുന്ന സൈഡിലാണ് ഈ ഒരു കൊച്ചിൻ ബേക്കറി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ളൊരു കൊച്ചിൻ ബേക്കറിയാണ്. നല്ല കൊച്ചിൻ ബേക്കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് മധുര പലഹാരങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനൊരു വെറൈറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് കാരണം എന്താണെന്നറിയുമോ? എനിക്ക് ചെറിയ കാലഘട്ടത്തിൽ ആണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഈ ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊരു നല്ല അതിമനോഹരമായ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. ഋതുമതി കല്യാണം എന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടക്കം തൊട്ടേ ഉള്ള വീഡിയോസ് എല്ലാം എനിക്ക് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ഇതാണ് നമ്മുടെ കുട്ടൻ, അതായത് എൻ്റെ കുട്ടൻ അല്ലെങ്കിൽ ദേവതീർത്ഥ. ഇവിടെയാണ് ഋതുമതി കല്യാണം എന്നിവിടെ നടക്കുന്നത്. പഴയ രീതിയിലുള്ള ആചാരത്തിലൊക്കെ തന്നെയാണ് ചെയ്തത്. ചന്ദനം തേച്ച് മധുരപലഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞിന് മധുരപലഹാരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിലേഷനിലുള്ള എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നവരെല്ലാവരും തന്നെ കുഞ്ഞിന് ചന്ദനം തേച്ച് മധുരമൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പക്ഷേ വീണ്ടും നമ്മുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ഒരു തുടക്കം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഋതുമതി കല്യാണം? അതായത് നമ്മുടെ കുട്ടികൾ ബാല്യത്തിൽ നിന്ന് അത് കൗമാരത്തിലേക്ക് കടന്നു എന്ന് അറിയിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഋതുമതി കല്യാണം, അല്ലെങ്കിൽ ഋതുവാകുന്ന പെൺകുട്ടികൾ. അപ്പം ശരിക്കും അവർക്ക് ആ ടൈമിൽ നമ്മുടെ ഈ സമയത്ത് കുട്ടികൾക്ക് തികച്ചും വേണ്ടത് അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്. കാരണം അവരുടെ ഹോർമോൺസും അവരുടെ ഫുൾ ചേഞ്ച്, അവരുടെ ബോഡി ഫുൾ ചേഞ്ച് ആകുകയാണ് ഈ ടൈമിൽ. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുക, അവർക്ക് നല്ല ഫുഡുകൾ കൊടുക്കുക. മാനസികമായിട്ടുള്ളതും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള കുട്ടികളുടെ ഒരുപാട് വ്യത്യാസങ്ങളാണ് നമുക്കന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ തയ്യാറാക്കുക, അവരെ സന്തോഷവാന്മാരാക്കുക, മനസ്സിൽ കുറേ ഹാപ്പിനെസ് കൊടുക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് എന്തോ കൊള്ളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ വേറൊരു രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത്. അങ്ങനെയല്ല. കാരണം നമ്മൾ ഓരോ സ്ത്രീകളും, അതായത് ഋതുമതിയാകുന്ന ഓരോ കുട്ടികളും ആദരിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഇതിലൂടെ നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അറിവ്. ഇതിലൂടെ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവുന്നു. അവരെ ഇനിയും ഒരുപാട് കാലം ഇത് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് അവരവരുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അതിന് നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് നടത്തുമ്പോൾ അവർ റിലാക്സ് ആണ്, അതവർക്ക് നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ അവർക്ക് എത്താനായിട്ട് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് ഋതുമതി കല്യാണം എന്നത്. ഫാമിലിയിലുള്ള എല്ലാ ആളുകളും ഒത്തുചേർന്ന് ഇത് വലിയൊരു ആഘോഷമായി തീർക്കുമ്പോൾ എല്ലാവർക്കും അതിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കും നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പം നമ്മുടെ തുത്തുക്കുട്ടന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല ഒരു ആശംസകൾ കുഞ്ഞിന് നേരാം. അതെ, അവളുടെ ജീവിതത്തിലെ സന്തോഷവും ഒരുപാട് നന്മകളും നേരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് തുത്തുക്കുട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ തന്നെ വരുന്ന പുതിയ തലമുറകൾക്ക് ഇതൊരു പ്രചോദനമായി തീരട്ടെ. അതിന് ഇങ്ങനെയൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഒരുക്കി തന്ന നമ്മുടെ ദിവ്യ ചേച്ചിക്കും അതുപോലെ തന്നെ ഷിച്ചേട്ടനും ഒരുപാട് നന്ദി. അത് മാത്രമല്ല കേട്ടോ, നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അതായത് അപ്പം, ചിക്കൻ കറി, പൊറോട്ട, അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ കഴിച്ചു. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. അപ്പം നമ്മൾ ആരും ഇനി മടിക്കണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഋതുമതി കല്യാണം വെച്ച് അവരെ ഹാപ്പിയാക്കുക. അവരുടെ ജീവിതത്തിൽ സന്തോഷവും പോസിറ്റീവ് എനർജിയും നമ്മൾ രക്ഷകർത്താക്കളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ കുട്ടികൾക്കുണ്ടാവട്ടെ. അപ്പം കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഞങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസിൽ ഇനിയും വരുന്നുണ്ട്. അപ്പം അതൊന്നും കാണാൻ മറക്കരുത്. എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം ഇതെല്ലാം ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോട്ടോ. അപ്പം ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്, ശുഭരാത്രി, സുഖനിദ്ര.